ഈ ഭൂമി ഉണ്ടായതിന് ശേഷം, ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായതിന് ശേഷം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായതിന് ശേഷം തുടങ്ങി എത്രയോ നൂറ്റാണ്ടുകൾ, എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. ഇത്രയും കാലത്തിനിടയിൽ എത്രയോ മനുഷ്യർ ഈ ലോകത്ത് വന്ന് പോയി. ഇനിയും എത്രയോ നാളുകൾ ഈ ഭൂമി ഉണ്ടാവാം. അതുപോലെ തന്നെ എത്രയോ തലമുറകൾ ഇനി ഈ ഭൂമിയിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൽ എത്ര കാലം കഴിഞ്ഞാൽ പോലും റിയൽ എസ്റ്റേറ്റിൻ്റെ ആവശ്യകത കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് റിയൽ ആണ് എന്ന് തന്നെ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇല്ലാതെ നമുക്കും നമ്മുടെ വരുന്ന തലമുറക്കും ഇവിടെ ജീവിക്കാൻ പ്രയാസകരമാണ്. ഭൂമിയില്ലാതെ, ബിൽഡിങ്ങുകളില്ലാതെ എന്ത് ജീവിതം അല്ലേ? നിങ്ങൾ മറ്റു ഏത് ബിസിനസ്സിനെയും എടുത്തൊന്ന് പഠിച്ചു നോക്കൂ. റിയൽ എസ്റ്റേറ്റ് ആണ് ഇവിടുത്തെ ആദ്യത്തെ ബിസിനസ് എന്ന് തന്നെ പറയുന്നത്. കാരണം ഏതൊരു ബിസിനസ്സിനെ പറ്റി പഠിക്കുമ്പോഴും ഒരു 50 വർഷമോ 100 വർഷമോ പഴക്കമോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ 200 വർഷം പഴക്കം കണ്ടേക്കാം. എന്നാൽ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയല്ലല്ലോ, എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു റിയൽ ബിസിനസ്സാണ്. മനുഷ്യകുലം എത്ര നാൾ ഇവിടെയുണ്ട് അത്രയും നാൾ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ബിസിനസ് ഉണ്ടാവുക തന്നെ ചെയ്യും.